Society के वेंडी वर्गीस चांडी मर्दोरिया समाज चेपाड़ ग्रुप सेक्रेटरी मर्दोरिया समाज
യൂണിറ്റ് സെക്രട്ടറി മാർത്തോമാ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഡയസഷൻ കൗൺസിലിന് വേണ്ടി മെമ്പർ എസ്കോരത്ത് മാർഗരിഗോറിയസ് പ്രാർത്ഥനായോഗം ചേപ്പാട് സെക്രട്ടറി ഡാനിയൽ ജോർജ് എം ജി ജോർജ് മുത്തൂർ ഗ്രൂപ്പ് ചെയർമാൻ വേണ്ടി ടി ബാബു സെന്റ് തോമസ് പ്രാർത്ഥനായോഗം ചേപ്പാട് സെന്റ് ഗീവർഗീസ് കോശി സെന്റ് തോമസ് വിശേഷ സംഘം ചേപ്പാട് തോമസ് പ്രകാശ് മാവേലിക്കര പത്രാസന മർത്തോറിയൻ സമാജത്തിന് വേണ്ടി ജനറൽ സെക്രട്ടറി സെന്റ് ജോർജ് പ്രാർത്ഥനായോഗം ആഷിന സക്കറിയ ആയുർവേദമുള്ള അന്നമജോർ PMD UP സ്കൂളിന് വേണ്ടി ടിയാൽ ജേക്കബ് തറയിൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിക്ക് വേണ്ടി പത്തിച്ചിറ ട്രസ്റ്റി ബിജു ചുറ്റുളകര ശുശ്രൂഷ സംഘം കെ ഫിലിപ്പോസ് രാമപുരം മർത്തോറിയൻ സമാജം സൂസൻ ജോൺസൺ മാവേലിക്കര മെത്രാസന വലിയ സംഘം JC ജോൺ കരുവറ്റ മറിയക്കുറുധന വലിയ പള്ളി ട്രസ്റ്റി ജെയിംസ് വർഗീസ് കരുവറ്റ MGM സെക്രട്ടറി ടി ശാമുവേൽ സെന്റ് ജെയിംസ് പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് യാക്കോബർധന വലിയപള്ളി മർത്തോറിയൻ സമാജത്തിന് വേണ്ടി സെക്രട്ടറി MGM സ്കൂളിന് വേണ്ടി പ്രിൻസിപ്പൽ ഏവർത്തക പ്രാർത്ഥനായോഗത്തിന് വേണ്ടി സി തങ്കച്ചൻ ക്രിസ്ത്യൻ അസോസിയേഷന് വേണ്ടി സെക്രട്ടറി മിനി വർഗീസ് സൺഡേ സ്കൂളിന് വേണ്ടി ജോൺ വർഗീസ് കുന്നം സജാർ തോമസ് വലിയപള്ളി ട്രസ്റ്റി കോശി ഡാനിയൽ YMC ആലപ്പുഴ സബ്ജിന് വേണ്ടി അഡ്വക്കേറ്റ് സജീതമ്പ മാവേലിക്കര മെത്രാസിന് വേണ്ടി സെക്രട്ടറി റബീബിൽ മാവേലിക്കര ഡയസഷൻ സൺഡേ സ്കൂളിന് വേണ്ടി ജോൺ കെ മാത്യു മാവേലിക്കര മെത്രാസന അസോസിയേഷൻ സംഘത്തിന് വേണ്ടി ജനറൽ സെക്രട്ടറി MC ചെറിയൻ മാവേലിക്കര മെത്രാസന ബാലസമാജത്തിന് പ്രതിനിധീകരിച്ച് സഞ്ചാര പ്രാർത്ഥന പത്തിയൂർ എക്യൂമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പ് ഹരിപ്പാട് ആനാരി സെന്റ് ജോൺസ് വലിയ പള്ളിക്ക് വേണ്ടി രത്ത് സമർപ്പിക്കുന്നു. ഭദ്രാസന മർത്തോറിയൻ സമാജത്തിന് വേണ്ടി ചേപ്പാട് വലിയ പള്ളിക്ക് വേണ്ടി ട്രസ്റ്റി അനേകം ആളുകൾ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ആദര സൂചകമായിട്ട് പുഷ്പയാത്രകൾ വന്നിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ പുഷ്പയാത്രം കൊണ്ടുവന്നിട്ടുള്ളവർ അച്ഛൻ്റെ ഭൗതിക ശരീരത്തിൽ പുഷ്പയാത്രം അർപ്പിച്ച് നിങ്ങളുടെ ആദരവ് അറിയിക്കാവുന്നതാണ്. ഇവിടെ പേരുകൾ വിളിച്ച് ആ ഓർഡർ വന്ന് പുഷ്പയാത്രം സമർപ്പിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് വന്നിട്ടുള്ളവർ ദയവായി മുൻപോട്ട് കടന്നു വന്ന് പുഷ്പചക്രങ്ങൾ അർപ്പിച്ച് നിങ്ങളുടെ ആദരവ് അർപ്പിച്ച് മടങ്ങാവുന്നതാണ്. ഹരിപ്പാട് എക്യൂമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പിന് വേണ്ടി ഉമ്മൻ പഠിപ്പിക്കും. ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട AB ഫിലിപ്പച്ചൻ ഭദ്രാസനത്തിന് വേണ്ടിയുള്ള ഔപചാരികമായ അനുശോചനം ഇത്തരത്തിൽ അറിയിക്കുന്നു. പിതാക്കന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, രാജവർഗീസച്ചന്റെ ആകസ്മികമായ വേർപാടിൽ ഏറ്റവും അധികം ദുഃഖിക്കുന്ന കൊച്ചമ്മ, പ്രിയ കുഞ്ഞുങ്ങൾ, സ്നേഹമുള്ളവരെ, അത്യധികമായ ഹൃദയവേദനയോടെയാണ് രാജവർഗീസച്ചന്റെ ഭൗതിക ശരീരത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. ഞങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതിനെ അകാലത്തിൽ ദൈവനമ്പുരാൻ തന്റെ മേശയിങ്കൽ അലങ്കരിക്കുവാൻ ആർത്തടുത്തിരിക്കുന്നു. പ്രിയ രാജവർഗീസ് അച്ഛനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അച്ഛൻ ആരോടും പരിഭവമില്ല, ആർക്കും അച്ഛനോടും പരിഭവമില്ല. നന്മയുടെ സ്വരൂപമാണ്, പൊയ്മുഖങ്ങളില്ലാത്ത വ്യക്തിത്വമാണ്. കപടഭക്തി ലെവലേശം അച്ഛനിലില്ല. നിർമ്മലമായ ഭക്തിയുടെ ഉടമ, ലാളിത്യത്തിന്റെ വ്യക്താവ്, ശ്രേഷ്ഠനായ പുരോഹിതൻ, എന്തെല്ലാം വിശേഷണങ്ങൾ പറഞ്ഞാലും തീരുകയില്ല. ഇത്തരണത്തിൽ ഒരു വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇടവാംഗമായ തോമസ് രാജു അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. അച്ഛൻ ശർമാശ്ര സ്ഥാനം സ്വീകരിച്ച വേളയിൽ അനേക ദീർഘമായ ആശംസകളും അനുമോദനങ്ങളും നൽകി. പക്ഷേ രാജവർഗീസ് അച്ഛൻ കാച്ചിക്കുറുക്കി ഒറ്റ വാക്കിലാണ് ആശംസകൾ അറിയിച്ചത്. അത് 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യം പറഞ്ഞുകൊണ്ടാണ്. അതിൽ പത്രോസ് ലീഗ മൂപ്പന്മാരെ ഓർമ്മിപ്പിക്കുന്ന ചുമതലകളാണ്. ഇതിൽ രാജവർഗീസ് അച്ഛൻ പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഒരു പുരോഹിതന് ഇതിനേക്കാൾ നൽകാവുന്ന ആശംസ എന്താണ്? ഭൗതികമായ കാര്യങ്ങളെ പറ്റി, ഇടവകയുടെ ആത്മീക വളർച്ചയെ പറ്റിയൊക്കെ അനുമോദനങ്ങൾ ഒത്തിരി പറഞ്ഞപ്പോൾ രാജവർഗീസ് അച്ഛൻ പറഞ്ഞ ഇതാണ്: ഒരു ഇടയന്റെ പ്രതീക്ഷ എന്താണ്? ഇടയൻ ആശിക്കേണ്ടത് എന്താണ്? തേജസ്സിന്റെ വാടാത്ത കിരീടം. ഞങ്ങൾ പുരോഹിതന്മാർക്ക്
അച്ഛൻ നൽകിയ ആശംസ ഏതാണ്? ഇതൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, തേജസ്സിന്റെ വാടാത്ത കിരീടമെന്ന്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഒത്തൊരുമിച്ച് ദൈവസന്നിധിയിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തേജസ്സിന്റെ വാടാത്ത കിരീടം ഞങ്ങളുടെ അച്ഛന് നൽകണമേ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും അപ്രകാരം അതുല്യമായിരുന്നു, അനുഗ്രഹീതമായിരുന്നു, ദൈവബോധത്തോടെ ആയിരുന്നു. പ്രിയ അച്ഛന് ഞങ്ങൾ എല്ലാ വിടവാങ്ങലും നൽകുകയാണ്. ഭദ്രാസനത്തിന്റെ പുഷ്പചക്രം അഭിമന്യ തിരുമേനി സഹപാഠി കൂടിയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടി സഹായ മെത്രാപ്പോലീത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി ഇത്തരണത്തിൽ അറിയിക്കുന്നു. അച്ഛൻ എന്തുകൊണ്ടും ഭാഗ്യമാണ്. കാരണം 3 സ്ഥാപനങ്ങൾ, ചേപ്പാട് സെന്റ് ജോർജ് വലിയവള്ളി, പത്തിച്ചിറപ്പ് വലിയവള്ളി, ഹരിപ്പാട് സെന്റ് തോമസ് മിഷൻ സെന്റർ, അച്ഛന്റെ കാര്യങ്ങൾക്ക് എന്തും ചെയ്യുവാൻ ആവേശമായിരുന്നു. പത്തിച്ചിറപ്പള്ളിയും ചേപ്പാട് സെന്റ് ജോർജ് പള്ളിയും ഹരിപ്പാട് മിഷൻ സെന്ററും ചെയ്ത ക്രമീകരണങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് നന്ദി തീരുകയില്ല. അത്രമാത്രമാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ അച്ഛന്റെ ശവസംസ്കാര ശുശ്രൂഷ അനുഗ്രഹീതമാകുവാൻ തക്കവണ്ണം ശ്രമിച്ചത്. പേരെടുത്തൊന്നും പറയുന്നില്ല. പരിശുദ്ധ ബാബാ തിരുമേനിക്ക് വേണ്ടി, ഇടവമെത്രാപ്പൊലീത്ത തിരുമനസിന് വേണ്ടി എല്ലാ നന്ദിയും അറിയിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവർക്കളോടും നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും രാവിലെ മിനിസ്റ്റർ ഫോണിൽ വിളിച്ചു. അദ്ദേഹം എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പോലീസ് അധികാരികളൊക്കെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഈ വാഹന വ്യൂഹത്തെ 6-7 പോലീസ് വാഹനങ്ങൾ അകമ്പടി സേവിച്ചു. അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ശ്രേഷ്ഠ മഹാപുരോഹിതന്മാർ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. പുരോഹിതന്മാർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. ആരോടും കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാറ്റിനുപരിയായി ഇതിനു വേണ്ടി അല്പമായോ അധികമായി പ്രവർത്തിച്ചവരോടുള്ള ആദരവും നന്ദിയും അറിയിക്കുന്നു. ഭദ്രാസന കൗൺസിലിന് വേണ്ടി, ഭദ്രാസന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി, എല്ലാ പുരോഹിതന്മാർക്ക് വേണ്ടിയും ഈ ഭദ്രാസനത്തിലെ എല്ലാ ഇടവുകൾക്കും വേണ്ടിയും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയ ശ്രേഷ്ഠനെ ഞങ്ങൾ യാത്രയാക്കുന്നു തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ വേണ്ടി. അച്ഛൻ അവസാനമായ വികാരിയായിരുന്ന പത്തിച്ചിറ സെന്റ് ജോൺസ് ഇടവയ്ക്ക് വേണ്ടി ഇപ്പോൾ അവിടെ സഹവികാരിയായിരിക്കുകയും ഇപ്പോൾ അവിടെ വികാരിയെ നിയമിക്കപ്പെടുകയും ചെയ്ത പ്രിയപ്പെട്ട അജയ് മാത്യു അച്ഛൻ, അച്ഛനോടൊപ്പം സഹവികാരിയായ സേവനമനുഷ്ഠിച്ച അജയ് മാത്യു ഒരു വാക്ക്. അതിന് തിരുമേനിമാര്, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാജിവെച്ചിനല്ലാതിരുന്നെങ്കിൽ വേറൊരാളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് വികാരിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. പല ഇടവുകളിലും കണ്ടിട്ടുള്ള കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് എല്ലാ കാര്യങ്ങളിലും എന്നെ പങ്കെടുപ്പിച്ച് വളരെ ഭംഗിയായി ഇടവ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ സഹായിച്ചു. വളരെയേറെ പലപ്പോഴും ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നു. അച്ഛനും കൊച്ചമ്മയും ഒരു കുടുംബത്തിലെ, ഞാൻ ആ കുടുംബത്തിലെ ഒരു മൂത്ത മകൻ എന്ന നിലയിൽ എന്നെ സംരക്ഷിച്ചു. അച്ഛനോടും ഉള്ള നന്ദി പറഞ്ഞാൽ തീരുകയില്ല. പത്തിച്ചിറ സേവനമനുഷ്ഠിച്ച പത്തിച്ചിറ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ എല്ലാ മക്കളുടെയും പേരിലുള്ള ആദരാഞ്ജലികൾ, എൻ്റെ വ്യക്തിപരമായ ആദരാഞ്ജലി തൃപ്പാദങ്ങൾ അർപ്പിക്കുക. ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അഭ്യന്യ പിതാക്കന്മാരോടൊപ്പം കൽക്കട്ട ഭദ്രാസനാധിപൻ അഭ്യന്യ ജോസഫ് മാർ ദിവനാസിയോസ് തിരുമേനിയും സൗത്ത് അമേരിക്ക ഭദ്രാസനാധിപൻ അഭ്യന്യ അലക്സിയോസ് മാർ യൗസേബിയസ് തിരുമേനിയും ഇവിടെ ആഗതരായിട്ടുണ്ട്. എല്ലാ പിതാക്കന്മാരുടെയും പ്രധാന കാർമ്മികത്വത്തിൽ സമാപന ശുശ്രൂഷ ആരംഭിക്കുന്നു. മോശയുടെ 1-ാം പുസ്തകത്തിൽ നിന്നും യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽക്കട്ടിൽ മേലെടുത്തു വെച്ചു, പ്രാണൻ വിട്ടു, തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ യോസേഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണു കരഞ്ഞ് അവനെ ചുംബിച്ചു.
പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസേഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം വിടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രയീമ്യർ അവനെ കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നുവെന്ന് ഉണർത്തിക്കുമെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസേഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസേഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും മാടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടിട്ട് പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോരൻ ആദാമിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെ കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയീമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്ന പേരായി. അത് യോർദാനക്കരയാവുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്ത് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേൽ എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്നു. എല്ലാവരോടും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു. നീതിമാനായ അയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. മർത്യന് ഭൂമിയിൽ യുദ്ധസേവയിലെയോ അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽവാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കും നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. വെളുക്കോളം എനിക്ക് ഉരുളുക തന്നെ പണി.
എന്റെ ദേഹം പുഴുക്കളും പൊടിയും പൊതിഞ്ഞിരിക്കുന്നു. എന്റെ ത്വക്ക് കട്ടിയായി വീണ്ടും പഴുത്തു പൊട്ടുന്നു. എന്റെ നാളുകൾ നീത്തോളത്തിനും വേഗമുള്ളത്. പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമെന്ന് ഓർക്കണമേ. എന്റെ കണ്ണിനി നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയുമില്ല. നിന്റെ കണ്ണെന്നെ നോക്കും, ഞാനോ ഇല്ലാതെയിരിക്കും. മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഉറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവന്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല. ആകയാൽ ഞാൻ എന്റെ വായടയ്ക്കുകയില്ല. എന്റെ മനപ്പീടയിൽ ഞാൻ സംസാരിക്കും. എന്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും. നീ എനിക്ക് കാവലാക്കേണ്ടതെന്ന് ഞാൻ കടലോ കടലാനെയോ ആകുന്നു. എന്റെ കത്തിൽ എന്നെ ആശ്വസിപ്പിക്കും. എന്റെ മെത്തയുടെ വ്യസനം ശമിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അലട്ടുന്നു, ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു. ആകയാൽ ഞാൻ ഞെക്കിക്കൊലയും ഈ അസ്ഥികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടണമേ. എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മർത്തിനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടി വയ്ക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുമാത്രം. നീ എത്രത്തോളം നിന്റെ നോട്ടമേൽ നിന്ന് മാറ്റാതെയിരിക്കും. ഞാൻ ഉമിനീരക്കോണം എന്നെ വിടാതെ ഇരിക്കും. ഞാൻ പാപം ചെയ്യുന്നെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്കെന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്ക വിധം നീ എന്നെ നിനക്ക് ലക്ഷ്യമാക്കി വച്ചിരിക്കുന്നതെന്താ? എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നതെന്താ? ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും. നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ എല്ലാതേക്കും പാർക്കുമോ? മരണം പ്രാപിച്ചഴകിപ്പോയോനാം ലാസറിനെ കവറി നവാനാം ചെയ്ത ശ്രേഷ്ഠാവിനാജ്ഞ ധ്വനിയുദ്ധാന മഹാദിവസേ മൃതരെ ഏറ്റിച്ചേർക്കും. യോശഭക്തന്ന സ്ഥാനത്തിൽ അരജനിരിക്കും. ദ്രോണസിൽ സത്യവിധിക്കാൻ തലമുറകൾ വന്ന് തേടും. നാഥ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം. നീ പ്രാണപ്രദനല്ലോ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പാർക്കുമോ? അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം പ്രവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരു അടയാളമാകും. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹൻ മാതൻ ഭൂതലസീമയോളം നല്ലേവെങ്കിലും കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. വിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനധികാരണ്ട ലേഖനത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ? എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം
വാഗ്ദത്തം പ്രവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരിക്കുന്നുവെന്നും ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടും കാത്തിരിക്കുന്നു. ഹബീബായി ബർകുമോ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദോതൻ താനേൽക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളോ പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രവർത്തി എന്ന ലേഖനത്തിൽ നിന്നും നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിക്കുവീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമല്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കാം. മൂടാ, നീ വിധിക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയാണ് വിതയ്ക്കുന്നത്. ദൈവമോ അതിന്റെ ഇഷ്ടം പോലെ അതിലൊരു ശരീരവും ഓരോ വിത്തിനും അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സുകളുടെ ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അതുപോലെ തന്നെ. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതപുത്രയും ഒന്നാമത്തേത്. ആത്മീകം പിന്നെ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തു നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ. മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയനുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെയും മാംസക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. അനശ്വരതയെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ജനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ നശ്വരമായത് അനശ്വരതയെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കണം. ഈ നശ്വരമായത് അനശ്വരതയെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിവനായ പ്രമാണം. നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പുകളെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാം
സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. തക്ക സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്കായി യജമാനന് നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? തന്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്റെ മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തന്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും മദ്യമത്തന്മാരോടുകൂടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ പിരിച്ചയക്കുകയും അവന്റെ അവകാശം കാപാടിയന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ച് ഏൽപ്പിച്ചു. ഒരുത്തനെ 5, ഒരുത്തനെ 2, ഒരുത്തനെ 1 കക്രോ വീതം അവനവന്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. 5 കക്രോ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്തു 5 കോടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ 2 വാങ്ങിയവനും 2 കോടി ലാഭമുണ്ടാക്കി. 1 വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനന്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ 5 കക്രോ വാങ്ങിയവൻ വേറെ 5 കോടി കൊണ്ടുവന്ന്, എന്റെ യജമാനെ അങ്ങ് 5 കക്രീനാണല്ലോ എനിക്ക് തന്നത്, ഇതാവയോട് വേറെ 5 കോടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവരോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാന പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം 2 കക്രീൻ വാങ്ങിയവനും അടുത്തിയെന്ന്, എന്റെ യജമാനനെ 2 കക്രീനാണല്ലോ അങ്ങ് എനിക്ക് തന്നത്, ഇതാ അതിനോട് വേറെ 2 കോടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീയും യജമാന പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം 1 കക്രോ വാങ്ങിയവനും അടുത്തിയെന്ന്, എന്റെ യജമാനെ അങ്ങ് കഠിനനും വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനും വിതരാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അങ്ങയുടെ കക്രോ ഒളിച്ചു വെച്ചു, ഇതാ അങ്ങയുടേത് എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായിട്ട് പ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടത്ത് കൊയ്യുന്നവനും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എന്റെ ദ്രവ്യം നീ പലിശയ്ക്കിടേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ. ഇവനിൽ നിന്ന് ആ കക്രോ വാങ്ങി 10 കക്രോ ഉള്ളവനെ കൊടുക്കുവിൻ, എന്നാൽ കൊടുക്കപ്പെടും, അവനെ വർധന ഉണ്ടാകുകയും ചെയ്യും. ഇല്ലാത്തവരിൽ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും. മടിയനായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഒരു വാക്ക് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇനിയും പലരും അനുശോചനം അറിയിക്കുവാനുണ്ടെന്ന് അറിയുന്നു. ബഹുമാനപ്പെട്ട രാജു വർഗീസച്ചൻ്റെ അധ്യാപകരായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഓ തോമസ് ഉച്ചനും ബലഹീനായ ഞാനുമാണ്.
അദ്ദേഹം മൂന്നാം വർഷം പഠിക്കുന്നതായ സമയത്ത് 1984 വൈദിക സെമിനാരിൽ അധ്യാപകനായി ഞാൻ വരികയും അദ്ദേഹത്തെ പഠിപ്പിക്കുകയും 2 വർഷക്കാലം അദ്ദേഹം വൈദിക സെമിനാരി വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുവാനും കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഈ സമയത്ത് അതൊരു കാലഘട്ടം അല്ലെങ്കിൽ ഭാഗ്യാവസ്ഥയാണ് എന്ന് ഞാൻ പറയും. ഏത് അധ്യാപകനും എവിടെ പഠിപ്പിക്കുന്നവരായിരുന്നാലും അവരുടെ വിദ്യാർത്ഥികൾ അവരെക്കുറിച്ചുള്ളതായ നല്ല പുകഴ്ചകൾ കേൾക്കുമ്പോൾ എപ്പോഴും എല്ലാവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപകരാണെന്നുള്ളൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട രാജു വർഗീസ് എന്ന അൽമായക്കാരൻ അവിടെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം കാട്ടിയതായ സൗമ്യ ജീവിതം, അദ്ദേഹം കാട്ടിയതായ വലിയ ശാന്തമായ ഒരു ആത്മീയ ചൈതന്യം, അത് വളരെ സ്പഷ്ടമായി കാണുവാനായിട്ടിടയായിട്ടുണ്ട്. വളരെ വ്യക്തമായി എനിക്കറിയാം. ഞാനന്ന് വൈദിക സെമിനാരിയിൽ വാർഡൻ കൂടി ആയിരുന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും അച്ഛൻ്റെ നേരെ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും, ആരാധനാ കാര്യങ്ങളായിരുന്നാലും പഠന കാര്യങ്ങളായിരുന്നാലും സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്ത ഒരു നല്ല വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ വളരെയധികം ബഹുമാനം അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അനേക ഇടവകളിൽ ശുശ്രൂഷ ചെയ്തു. സമചിത്തതയോടും വിനയത്തോടും വളരെയധികം ദൈവാശ്രയത്തോടും കൊണ്ട് തന്നെ ഇടവക ഭരിച്ചതുകൊണ്ട് ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തതിനാൽ അദ്ദേഹത്തിൻ്റെ ഇടവകളിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ പരാതി കൊടുക്കാൻ ഇടയായിട്ടുള്ളൂ. അതും അദ്ദേഹത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും അദ്ദേഹം നേരിട്ട് പല കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നു. വളരെ ചുരുക്കമായിട്ട് സംസാരിക്കുള്ളൂവെങ്കിലും അദ്ദേഹം വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസരത്തിൽ മാത്രം എവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ, പരമ്പരയിലോ മറ്റു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ചില കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ ചോദിക്കുകയോ ചെയ്യും. അത്രമാത്രം ആഴമായ ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു വൈദികനായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഒരധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല പരിചയമുണ്ട്, അനുഭവമുണ്ട്. ദൈവസന്നിധിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അനുഗ്രഹീതമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനം അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ നാമെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ആ വാക്യം ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. ഉത്തമനായ ഭരണകർത്താവെ സമാധാനത്തോടെ പോവുക. നമ്മളെല്ലാവരും അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ ചൊല്ലുന്നതാണ്. അദ്ദേഹം സേവനം അനുഷ്ഠിച്ചതായ ഇടവുകളിൽ നിന്നുള്ള എല്ലാവർക്കും ഒരുപോലെ യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യം ഉത്തമനായ ഭരണകർത്താവെ സമാധാനത്തോടെ പോവുക എന്നതാണ്. അതിനുള്ള സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യത്തിൻ്റെ ഉപദേഷ്ടാവെ സമാധാനത്തോടെ പോവുക. ആ സത്യത്തിൻ്റെ ഉപദേഷ്ടാവെന്നുള്ള വാക്യത്തിനും ബഹുമാനപ്പെട്ട രാജു വർഗീസ് അച്ഛന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വൈദികർക്കും ഒരുപോലെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമുക്ക് അദ്ദേഹത്തെ യാത്ര അയക്കാനുള്ളത് പർദീസായുടെ അവകാശിയായവനെ സമാധാനത്തോടെ പോവുക. ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചതായ താലന്ത് അത് ഇരട്ടിയാക്കി യജമാന്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ ഉത്തമനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. സ്വർഗീയ സന്തോഷങ്ങളുടെ അധിക വിചാരത്തിന് അദ്ദേഹത്തെ ദൈവം തമ്പുരാൻ വിളിക്കുന്നു. പർദീസായുടെ അവകാശിയായ അദ്ദേഹത്തെ ദൈവം തമ്പുരാൻ തൻ്റെ തൃക്കങ്ങളിൽ സന്തോഷത്തോടെ സ്വീകരിക്കട്ടെ. ദൈവം അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗ മുഖാന്തരം അദ്ദേഹത്തിൻ്റെ പത്നിയും അതുപോലെ മക്കളും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നു എന്ന് നമുക്കറിയാം.
ഇത്രയും നാള് അച്ഛനെ നമ്മുടെ കൂടെ സന്തോഷവും സ്നേഹവും പകരുവാൻ തന്നു എന്നുള്ള ദൈവത്തിന് നന്ദി അർപ്പിക്കാം. തരാത്ത കാലത്തെക്കുറിച്ച് പരാതിപ്പെടാതെ തന്ന കാലത്തിന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ അനുഭവങ്ങൾ അവർക്ക് ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചൊല്ലട്ടെ. ബഹുമാന്യനായ അമ്മയിലച്ഛൻ അഖില മലങ്കര വൈദിക സംഘത്തെ പ്രതിനിധീകരിച്ച് ഏതാനും വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നു. അതിനുശേഷം കൊച്ചമ്മയുടെ കുടുംബാംഗമായ തോമസ് രാജി അച്ഛനും അഭ്യന്തരായ പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ വൈദിക സംഘത്തിൻ്റെ സജീവ സാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട രാജുവച്ചന് യാത്രാമൊഴികൾ അർപ്പിക്കുവാൻ ലോകമെമ്പാടും വളർന്നു കിടക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക സമൂഹം ശ്രമിക്കുകയാണ്. നിശബ്ദത കൊണ്ടും സൗമ്യത കൊണ്ടും വലിയ ജനക്കൂട്ടത്തെ സ്വാധീനിക്കാമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഉത്തമനായ ആചാര്യശ്രേഷ്ഠന് ഇമ്പങ്ങളുടെ പ്രതീസയിൽ ദൈവം ശ്രേഷ്ഠ കൂടാരങ്ങൾ ഒരുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക കൂട്ടായ്മയായ അഖില മലങ്കര വൈദിക സംഘത്തിൻ്റെ യാത്രാമൊഴികൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നീത്തമായ സ്മരണകൾക്ക് മുമ്പിൽ നമ്ര ശിരസ്കനാകുന്നു. വൈദിക സംഘത്തിൻ്റെ പ്രസിഡന്റ് പിന്നെ തോമസ് മറത്താനസ്വസ്ഥിതിയുടെ അനുശോചനം അറിയിക്കണമെന്ന് ചുമതലപ്പെടുത്തിയത് പ്രത്യേകമായി അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്യും. തോമസ് അഭിനന്ദ പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ അച്ഛൻ്റെ കൊച്ചമ്മയുടെ സുസമ്മയുടെ സഹോദരനാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന അച്ഛന് രാജുവച്ചന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും, നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് ഒരു മാസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു മാമോദീസായിൽ സംബന്ധിച്ചു. ആ സമയത്ത് എന്നോട് ചോദിച്ചു, അച്ഛാ എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്പം കൊളസ്ട്രോൾ ഉണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു എനിക്കും കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ അവസാനമായിട്ട് സംസാരിച്ചത്, ദൈവത്തിൻ്റെ അസുഖത്തെക്കുറിച്ച്. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഈ സഹോദരനെ സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ സഹോദര വൈദികൻ ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സുസ്മയും മക്കളും ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിലും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊത്തുണ്ട്. പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും എല്ലാവരും ആ മക്കൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സെക്രട്ടറി ഒക്കെ പറഞ്ഞു. അഭിനന്ദ പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, ഒന്നിനായ രാജുവച്ചൻ എൻ്റെ ചൂടനായിട്ട് കാലഘട്ടത്തിൽ സെമിനാരിൽ പഠിക്കുവാനും സ്നേഹം പങ്കുവെക്കാനും ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ അവസരിപ്പിച്ച കഴിഞ്ഞ നാളുകളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ശാന്തത കൊണ്ട്, സൗമ്യത കൊണ്ട് ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തുവാൻ തക്കോണം ദൈവകൃപ ലഭിച്ച സാക്ഷ്യമുള്ള ഒരു പുരോഹിതൻ. കാണുമ്പോഴൊക്കെ വളരെ സൗഹൃദം, പഴയകാല പഠനകാലത്തെ അനുഭവങ്ങൾ പങ്കുവെച്ച് സ്നേഹം പുലർത്തിയിരിക്കുന്ന സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൽ അതിയായ ദുഃഖവും പ്രയാസവുമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപനപ്പിക്കുന്ന തിരുമനസ്സുകൊണ്ട് ദേഹാസ്വസ്ഥത്താൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാത്സല്യവും സ്നേഹവും ഓർത്തുകൊണ്ട് അഭ്യുന്ന തിരുമനസ്സിന് വേണ്ടി, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് വേണ്ടി, വൈദിക സഹോദരങ്ങൾക്ക് വേണ്ടി അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായിസോൻ എന്നേറ്റുകൊള്ളണം.
ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവമായ മസ്യാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പാകമണത്ത് ജീവനിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനാ മെസ്സിയ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണഗതി കാലിൽ തുടങ്ങി തലവരേറ്റുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച ക്രമീകരിച്ചവനായ മസ്യ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ അകൽക്കൃസാവിന്റെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഊർജ്ജത്തിൽ എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ പുരോഹിതന്മാരെ ദൈവിക പദവികളാൽ ബഹുമാനിച്ച് അവരുടെ സേവനത്തിന്റെ അന്ത്യത്തിൽ അവരെ കടത്തിക്കൊണ്ട് പോയവനായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതന്റെ ആത്മാവിന് പാപമോചനം നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ പ്രധാന പുരോഹിതനായ മോശയെ തന്റെ പരിശുദ്ധ മാലാഖമാരുടെ കൈകളാൽ സംസ്കരിച്ചവനായ ദൈവമേ, വിശുദ്ധ സഭയെ പരിശുദ്ധമായി നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിച്ച ഈ പുരോഹിതന്റെ യാത്രയ്ക്കും സമാധാന മാലാഖമാരെ കരുണയോടെ അയച്ചു കൊടുക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ പരിശുദ്ധ പുരോഹിതന്മാരുടെ ആത്മാക്കളെ ആനന്ദകരമായ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയ കാരുണ്യവാനായ കർത്താവേ, വെടിപ്പോടെ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിച്ച ഈ പുരോഹിതന്റെ ആത്മാവിനെ കടിഞ്ഞവൽ പുത്രന്മാരുടെ സഭയിൽ നിന്റെ വത്സലന്മാരുടെ വാസസ്ഥലങ്ങളിൽ വസിപ്പിച്ചോളണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിന്റെ എതിരേറ്റിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരുടെ ഒരുമിച്ച് തന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുരിയേലായിസോൻ ഏറ്റുകൊള്ളണം. ഭൗതിക ശരീരം വിശുദ്ധ മദ്ബഹായിൽ കൊണ്ടുവന്ന് മദ്ബഹായുടെ ബലിപീഠത്തോടും ഒക്കെ യാത്ര ചോദിക്കുന്ന ശുശ്രൂഷയും ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഇനി ആരെങ്കിലും ഭൗതിക ശരീരം ദർശിക്കാനായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് 2-3 മിനിറ്റുകൾ കൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആരെങ്കിലും ഭൗതിക ശരീരം ദർശിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് വന്ന് ദർശിച്ച് പ്രാർത്ഥന അർപ്പിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. കനിവേറും മശിഹാ നിൻ ശരണേ മൃതനാ ദാസനു നവ്യതയും നിൻ രാജ്യത്തിൽ സമ്മോദവുമേകണം നമ്മളിലേഖനയാം പ്രതിവേറാക്കുകയാൽ നമ്മൾക്കതി ദുഃഖം ഏതനിലവനെത്തും അതിനാലാനന്ദം ഇന്നേ ഞാൻ ശുദ്ധ സ്ഥലമാർന്നു പാനം ചെയ്യിച്ചു വിലയേറിയ രക്തം മോദിപ്പിക്കന്നേ കോലങ്ങും പോയോനാമെന്നെ കബറതിലേക്ക് നീക്കുന്നു കൃപയാൽ നൽകണമാശ്വാസം നിന്നഭയമാതാകും സ്ലേഭ പാഴിരുതെങ്ങും കബറിലും
നമ്മിൽ നിന്നും ഈ ദൃശ്യസഭയിൽ നിന്ന് നീങ്ങി അദൃശ്യ സംഘങ്ങളിലേക്കും മഹത്വത്തിലേക്കും മാറിയിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട വൈദിക സഹോദരൻ, അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുള്ള ഈ പരിശുദ്ധ ബലിപീഠത്തോടും ദേവാലയത്തോടും എല്ലാ ബലിപീഠങ്ങളോടും ദേവാലയങ്ങളോടും യാത്ര പറയുന്ന ഈ ദേവാലയത്തോടും സഹവൈദികരോടും നാടിനോടും എല്ലാം യാത്ര പറയുന്ന ഒരു സന്ദർഭമാകുന്നു അത്. ഇതുവരെയും അദ്ദേഹം ദൃശ്യസഭയിലെ ബലിപീഠത്തിൽ ശുശ്രൂഷിച്ചു. ഇനി അദൃശ്യസഭയിലെ സ്വർഗീയ ബലിപീഠത്തിൽ ശുശ്രൂഷിക്കുന്നതിനായി ദൈവം അദ്ദേഹം വിളിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹമാണ് യാത്ര പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ബലഹീനരായ ഞങ്ങൾ യാത്രാവചനം ഉച്ചരിക്കും. അതിന് മറുപടിയായി സമാധാനത്തോടെ പോവുക എന്ന് നാം എല്ലാവരും കൂടെ അദ്ദേഹത്തോട് പറയുകയും ചെയ്യും. അനുഷ്ഠാനകനായ പുരോഹിത സമാധാന
സമാധാനത്തോടെ പോവുക. പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ, സമാധാനത്തോടെ വസിക്കുക. പരിശുദ്ധ പുരോഹിത, സമാധാനത്തോടെ പോവുക. സമാധാനത്തോടെ വസിപ്പേ. ഉത്തമനായ ഭരണകർത്താവേ, സമാധാനത്തോടെ പോവുക. ദയറാങ്ങളുടെ തലവന്മാരെ, സമാധാനത്തോടെ വസിക്കുക. സത്യത്തെ ഉദ്ഘോഷിക്കുന്നവനെ, സമാധാനത്തോടെ പോവുക. ശിഷ്യന്മാരെ, സമാധാനത്തോടെ വസിക്കുക. സഹോദര, സമാധാനത്തോടെ പോവുക. ശമാശന്മാരെ, സമാധാനത്തോടെ വസിക്കുക. സംഘനേതാവേ, സമാധാനത്തോടെ പോവുക. സകല വൈദികരുമേ, സമാധാനത്തോടെ വസിക്കുക.
അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിക്കുക. പറുദീസായുടെ അവകാശിയായ പുരോഹിത സമാധാനത്തോടെ വസിപ്പോവുക. പിതാക്കന്മാരെ സഹോദരങ്ങളെ സമാധാനത്തോടെ വസിക്കുക. സത്യോപദേഷ്ടാവേ സമാധാനത്തോടെ പോവുക. ഈ സമാധാനാശംസ എന്നേക്കുമായിട്ടാകുന്നു. പിതാവേ, സന്തോഷമുള്ളവരയിൽ ഞങ്ങൾ അങ്ങേ കാണുവാനിടയാകട്ടെ. ഭൗതിക ശരീരം ദർശിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പിലേക്ക് വന്ന് കാണുക. അബ്ബഹായുടെ ബലിപീഠത്തോടുള്ള യാത്രയെ ശുശ്രൂഷ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുഖം മൂടി വിശുദ്ധ തൈലം ഒഴിക്കുന്ന ശുശ്രൂഷ അഭിനയ പിതാക്കന്മാരുടെ കാർവേദത്തിൽ നടക്കുകയാണ്. ഇവന്റെ ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ആയാൽ ഉൽപ്പതിയുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി
നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ആമേൻ. വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. നിന്റെ ശരണത്തിൽ തേടിയിരിക്കുന്ന നിന്റെ ദാസനാഭിരോഹത്തിന്റെ പാപങ്ങളെ പരിഹരിക്കണമേ. ബാറക്കുമോ ഭസ്മോദാബോ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട രാജവർഗീസച്ചൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ ദേവാലയത്തിൽ വെച്ചുള്ളത് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഭൗതിക ശരീരം ഇനി സംസ്കരിക്കുന്നതിനായിട്ട് കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഇടവകയിലെ വൈദികരും അച്ഛൻ്റെ സഹപാഠികളായിട്ടുള്ള വൈദികരും ഒരുമിച്ചാണ് വിശുദ്ധ മദ്ബഹായിൽ യാത്രയപ്പിനായിട്ട് ഭൗതിക ശരീരം വഹിച്ചിരുന്നത്. ഇടവകയിലെ വൈദികരും മറ്റും ചേർന്ന് ഭൗതിക ശരീരം ഇനി കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിനു മുമ്പുള്ള മറ്റ് അറിയിപ്പുകൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഈ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അഭിമന്യാതിരുമേനിമാരോടും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയവരായ അഭ്യുതരായ പിതാക്കന്മാർ പരിശുദ്ധ കാതോലിക്ക തിരുമേനി, അഭ്യുതരായ ക്ലീമിയസ് തിരുമനസ്സുകൊണ്ട് അന്തോണിയോസ് തിരുമേനി, എപ്പിഫാനിയോസ് തിരുമേനി, ഗ്രിഗോറിയോസ് തിരുമേനി, ഡിമട്രിയോസ് തിരുമേനി, ഡിയസ്കോറോസ് തിരുമേനി, സ്രാഫിം തിരുമേനി, തെവദോറസ് തിരുമേനി, തിമോത്തിയോസ് തിരുമേനി, കത്തോലിക്ക സഭയുടെ ഇഗ്നാഷ്യസ് ജോഷാമാറിഗ്നോത്തിയോസ് തിരുമനസ്സുകൊണ്ട് തെവദോറസ് തിരുമേനി, എലിയാസ് തിരുമേനി, പൗലിക്കർപ്പോസ് തിരുമേനി, സെവാറിയോസ് തിരുമേനി, എറേനിയസ് തിരുമേനി, യോസബിയസ് തിരുമേനി,
ദേവനാസിയോസ് തിരുമേനി എന്നീ പരിശുദ്ധ പിതാക്കന്മാർ ഭവനത്തിലും പള്ളിയിലുമായിട്ട് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പിതാക്കന്മാരുള്ള പ്രത്യേകമായ ആദരവ് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. സഭ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് ഭവനത്തിൽ സന്ദർശിച്ച് അനുശോചനം അറിയിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല ഈ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാകുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലാ പ്രതിപക്ഷ നേതാവ് ശ്രീ ജോൺ തോമസ് അതിനു വേണ്ടുന്ന എല്ലാ നേതൃത്വവും അദ്ദേഹത്തോട് ചേർന്ന് വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി ശ്രീ സജി ചെറിയാൻ, ജോസഫ് പുളിശ്ശേരി, മാവേലിക്കര MLA ശ്രീ രാജേഷ് തുടങ്ങിയവർ ഭവനങ്ങളിലും പള്ളികളിലുമായിട്ട് സന്ദർശിക്കുകയും ആശ്വാസം അറിയിക്കുകയും ചെയ്തു. അവരോടുള്ള കിടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലാവരും, മറ്റ് ഡയസിഷൻ കൗൺസിൽ അംഗങ്ങളായ എല്ലാവരും പ്രത്യേകമായിട്ട് അതിനു വേണ്ടുന്ന എല്ലാ നേതൃത്വം നൽകി. വളരെ നിസ്തുലമായ നിലയിൽ ഉപമകൾ ഇല്ലാത്ത, താരതമ്യമില്ലാത്ത വിധത്തിൽ പന്തച്ചിറപ്പള്ളി ബഹുമാന്യനായ IJ മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ, അവരുടെ ട്രസ്റ്റി ബിജു ചട്ടുകുളകര, സെക്രട്ടറി വർഗീസ് ഉലുവത്ത ഇവരുടെ നേതൃത്വത്തിൽ വളരെ കമ്മിറ്റി അംഗങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ വളരെ സ്തുത്യർഹമായിട്ട് അച്ഛനുള്ള ഇതുവരെയുള്ള കടമകൾ നിർവഹിച്ചു. അവരുള്ള കടപ്പാട് അറിയിക്കുന്നു. ഹരിപ്പാട് മിഷൻ സെന്ററിലെ എല്ലാ ഭാരവാഹികളും കയറി നിന്നിട്ട് നോക്കാം. കുടുങ്ങി ചോദ്യം
നമുക്ക് കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മുസ്ലിമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുകയായിരുന്നു. ആത്മച്ചിറകാൽ പാറും സോദരനെ ചേർക്കുന്നാഥ, നിൻ സ്നേഹാചിറകിൽ അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാട്. മുസ്ലിം കോട്ടയാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണം പോലെ പണിയപ്പെട്ടിരിക്കുന്നു. അതിമോഹനമാം സ്നേഹിതനം അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. കർത്താവിന്റെ ഗോത്രങ്ങളായ തലമുറകൾ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായി ഇസ്രായേലിനെ സാക്ഷിയായി അങ്ങോട്ട് കയറി ചെല്ലുന്നു. കൂടെ സ്തുതിഗീതം പാടാൻ നോക്കി പാർക്കും ദൂതന്മാർ അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. എന്നോടുകൂടെ സ്തുതിഗീതം പാടാൻ നോക്കി പാർക്കും ദൂതന്മാർ അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. അവിടെ ന്യായവിധിക്കായി സിംഹാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ സിംഹാസനങ്ങൾ തന്നെ ഇട്ടിരിക്കുന്നു. പോയാലും ശാന്തിയാ പോകണമേ നീ ഭാസുരമണവനയിൽ മുസ്ലിമിന്റെ കുശലം ചോദിപ്പിൻ, നിന്റെ സ്നേഹിതന്മാർ സന്തുഷ്ടരാകും. ചിരകാംക്ഷിതമാം സൗഭാഗ്യത്തിലിതാ ദേവകുടത്തോടെത്തിച്ചേർന്നു നീ. അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. സൈന്യത്തിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സമൃദ്ധിയും ഉണ്ടാകും. ശുശ്രൂഷിച്ച പുരോഹിതന് യജ്ഞാനുസൃതം പ്രതിഫലമേ ഗണമേ. അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. സഹോദരന്മാരെയും സ്നേഹിതരെയും പ്രതി നിന്നോട് ഞാൻ സമാധാനം സംസാരിക്കും. വാനിലുദിക്കുമ്പോൾ കാണണമെങ്ങൾ പുതുജീവൻ നിന്നെ. അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. ദൈവമായ കർത്താവിന്റെ ഭവനതത്വം ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. വേർപാടിലേക്കുണ്ടധികം ഭേദം പ്രാപ്തിപ്പിക്കാൻ ജീവകം. അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. ആത്മാവേ കർത്താവിനെ പുകഴ്ത്തുക. ഞാൻ വന്ദിച്ചിടട്ടെ. അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. സകലനീതിയും അവനോട് ക്ഷമിക്കും. ശുശ്രൂഷയ്ക്കായി നിൽക്കും വൈദികതൻ ശബ്ദത്തിൽ നീ സംവേദിക്കണമേ. അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. രാത്രികാലങ്ങളിൽ കർത്താവിന്റെ ഭവനത്തിൽ നിൽക്കുന്നവരെ നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പീൻ. ഏവരും ഒരുപോൽ ദേവാകാരത്തിൽ ഓർത്തിയിടണമേ. പ്രാർത്ഥനകളിൽ എന്നെ അത്യുന്നതനാം മണവാളാസ്തുതിയെന്നേവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. ശ്രീകണ്ഠനെ ഞാനില്ലായേ കൃപ തോന്നണമേ. ഞാനുള്ളപ്പോൾ ഉണ്ടാക്കിയവരെന്നെ പാപക്ഷമയാ നിന്റെ ദാർഢ്യതയാർന്ന ജഗതീരാതി കൃപ കാണാനേ ഗുഗതി. നാളിൽ ഞാൻ ലജ്ജിപ്പാനീടയാകാം വഴിയായി ഞാനണമേ. സന്നിധി ഉയർന്നേടാത്തോർ കയ്യോ കഷ്ടടപഴിവാക്കി പാപം പോക്കി നിന്റെ വലത്തായി നിർത്തണമെന്നെ. ആശക്കടലേ നന്നെ നാഥ കരുണക്കടലേ കോരിയെടുപ്പുത്തമനാഥ കൂപ്പുന്നെന്തുറമുഖമതിൽ ഞാൻ ചേർന്നിടണമേ. പാതാളത്തിൽ ഘോരതമസിൽ നിൻ പ്രഭയന്മേൽ വീശിടം ഞാൻ നിത്യസഹായം നീൻ ശരണം ചെയ്യുക സഹായം. ശ്രീമായ പാലം വഴിയാൽ പോകണമേ ഞാൻ പ്രാണനികേതം ഞാനേറണമേ. ശുഭനായില്ലാതെന്നും നദിതനയെന്നും പുഴലിൻ മകുടം റോക്കുതിശായ്ക്കും. ജീവിപ്പിക്കുന്നോരേ സ്തുതിമൃതരെ ജീവിപ്പിക്കണമേ.
സ്വർഗീയവാനാഹമാരും പ്രധാനവാനാഹമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനൻ മൺമയരുമായ ഞങ്ങൾ സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ തന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സുഖയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്നതിനും വഹിച്ചവരുമായ ദൈവത്തിന്റെ വന്യാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളോട് കരുണ ചെയ്യണം. ആകാതെ ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നിനക്ക് വേഗത്തിന് ഞങ്ങളുടെ വിശ്രമഹായിക്കുമ്പോൾ ചേർച്ചയാകുന്നത് ഇപ്പോൾ ആ സമയത്ത് നേകം തന്നെയാകും. നീ പരിശുദ്ധനാകും. ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം. പിതാക്കന്മാരുടെ പ്രാർത്ഥന ആകാശത്തിന്റെയും ഭൂമിയുടെയും ഏകപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട അനുഭവിച്ചെടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് മാത്രം ജീവിതമരിച്ചു അവസാനമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സംസാരിച്ചു ജീവവിശുദ്ധികളും സഹായം കാതുകമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആചാര്യന്മാരും മഹിമേദീതിമാന്മാരും നിന്റെ അഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിൻ മൂലം സാക്ഷിയും പാർക്കുമോ മഹാനാളിൽ
ആശ്വാസം നൽകേണം നാഥാ സിദ്ധന്മാരോടൊപ്പം നിത്യവാസം തന്നിൽ മാതാവേ പോയി നീവരോടൊപ്പം സാനന്ദം സംശുദ്ധി സമേതം സ്തുതി ഘോഷിക്കാം ജീവൻ മരണം ഭഗവാനേ ശ്രീകൃതനാകും നോഹയോടൊപ്പം സ്തോത്രം ചെയ്യുക സ്തുത്യം ജീവനും താലന്തേകി അവൻ പുത്രൻ വന്ധ്യൻ പാപം പുണ്യം ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വരണമേ. ബലഹീനരായ ഞങ്ങൾക്ക് ഉത്തരമരണമേ. ഞങ്ങളുടെ പരേതർക്ക് പാപപരിഹാരം നൽകണമേ. ഞങ്ങളുടെ കർത്താവിനേക്ക് ഞങ്ങളുടെ ദൈവമേ സത്യവിശ്വാസത്തോടുകൂടെ പിന്നീടുള്ള പ്രത്യാശയിൽ എതിരണിഞ്ഞിരിക്കുന്ന ഈ ആചാര്യനെ പാപമോചനം നൽകണമേ. സത്യവിശ്വാസത്തോടെ വിശിഹായുള്ള പ്രത്യാശയിൽ ദൈവോചിതമായ ക്രിസ്തീയമായ ഇന്നേ ദിവസം തിര പ്രാപിച്ചിരിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസനായ പുരോഹിതന് വേണ്ടി അവിടുത്തെ ദുർഗയിൽ മഹാകരുണയോടെ അവനെ സ്വീകരിക്കാനായി നമുക്ക് അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം. പർദീസായിലെ മൗകനീയ ഭവനങ്ങൾ കർത്താവിനെ ആത്മാവിനെ വസിപ്പിക്കട്ടെ. അവസാനമില്ലാത്ത സൗഭാഗ്യങ്ങളാൽ ഇവനെ ആനന്ദിപ്പിക്കട്ടെ. ഇവന്റെ തെറ്റുകൾ നീതിവിനാധിപനെ ദൃഷ്ടി പിന്തിരിക്കുകയും വലതുഭാഗത്തെ കള്ളനോടെ അതിലെ പ്രതീസാൽ ഇവനെ എത്തിക്കുകയും ചെയ്യട്ടെ. തിരുമുമ്പാൽ നിൽക്കുന്ന നിർമ്മല ഗണങ്ങളോട് കർത്താവിനെ ചേർക്കട്ടെ. അന്ധകാരത്തിന് വിനാശകരമായ ചുഴിയിൽ നിന്നും തന്നെ ഭുജം നീട്ടി ഇവനെ രക്ഷിക്കട്ടെ. ഉജ്ജ്വല പ്രകാശത്താൽ ശോഭിക്കുന്ന ആദ്യ പ്രതീസാൽ കർത്താവിനെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസ ദർശനത്തിൽ അടയാളുടെയായവന്റെ കണ്ണുകൾ ദുഷ്ടന്മാർക്കാകാറ്റ് വെച്ചിരിക്കുന്ന കൂരുകളിലും പുകയാകുകളിലും ഇരുണ്ടു പോകാൻ ഇടയാകരുതേ. ഈ പുരോഹിതന് വിശുദ്ധി നീതിയുമാകുന്ന മഹത്വവസ്ത്രം ധരിച്ച് സന്തോഷവും ജീവനും നിറഞ്ഞ മണവറയിൽ ആനന്ദിക്കാൻ ഇടയാക്കട്ടെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മഹത്വവും രക്ഷയുവന് നൽകട്ടെ. ലോകത്തെ സൃഷ്ടിച്ച വിശുദ്ധ തൃത്വത്തിന്റെ പ്രകാശത്തിൽ അവൻ ശോഭിക്കട്ടെ. ഈ പുരോഹിതന് പിൻഗാമികളായി അവശേഷിച്ച് തങ്ങളുടെ ഇടക്കങ്ങളായ അവന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും വിശ്വാസപരാൻ ആശ്വസിപ്പിക്കട്ടെ. അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരച്ച് തുടച്ചു കളയുകയും മരിച്ചവരുടെ പുനരുദ്ധാരണത്തെ ആശ്വാസങ്ങളുടെ ഹൃദയം നിറയ്ക്കുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധ സഭയുടെ പ്രജകളും പരസ്പരം സഹതപിക്കുന്ന അവയവങ്ങളെ എന്ന നിലയിൽ നിങ്ങളുടെ സഹോദരങ്ങളെ സമാശ്വാസത്തിനായി വന്ന് പരസ്പരം ആശ്വസിപ്പിക്കുകയും പരസ്പരം ധൈര്യപ്പെടുത്തുകയും ഒരു മൃതനെ കബറിലടക്കി തന്മൂലം നീതീകരണം പ്രാപിക്കുകയും ഒരു മൃതനിൽ നിന്ന് നിങ്ങളുടെ കരുണ നിരോധിക്കരുത്. ഒരു വീണ്ടും ഭവനത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വിലാപനത്തിൽ പോകുന്നതാണെന്നുള്ള വേദമൊഴി യഥായോഗ്യം നിറവേറിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനോ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. തന്റെ കരുണയാൽ നിങ്ങളുടെ വിശ്വാസികളായ പരേതരുടെയും പ്രത്യേകിച്ച് ആരുടെ മരണാനന്തര ശുശ്രൂഷകൾ നാം നടത്തിയിരിക്കുന്നു ഈ വൈദികന്റെയും കടങ്ങളും പാപങ്ങളോടൊന്ന് പരിഹരിച്ച് ക്ഷമിക്കട്ടെ. കർത്താവേ, വന്യ പുരോഹിതനെ തന്റെ വലതു ഭാഗത്തേക്ക് വിളിച്ചു നിർത്താൻ ഇടയാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിനു മുമ്പ് കർത്താവിന് നൽകിയ വാസസ്ഥലത്ത് ഇവനെ വസിപ്പിച്ച് ആനന്ദിക്കുവാൻ ഇടയാക്കട്ടെ. ദുഷ്ടന്മാരായ അന്ധകാര സേനകൾക്ക് അതീതരായ സമാധാനമാരാകമാർക്ക് ദൈവം നാം എല്ലാവരെയും യോഗ്യരാക്കട്ടെ. കർത്താവിന്റെ സഭയിലും ജനത്തിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നിന്റെ സമാധാനം വസിപ്പിക്കട്ടെ. ദൈവമാതാവായ മറിയാമിന്റെ എല്ലാ വിശുദ്ധരുടെയും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരെയും നിങ്ങളുടെയും പ്രാർത്ഥനകളാൽ ഇവയെല്ലാം സാധ്യമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധകനുമായ ഈ പുരോഹിതനെ അവിടുന്ന് കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കാരുണ്യം രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ നിങ്ങളെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ബലഹീനകളും കുറവുള്ളവരുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഇതിന്റെ ഉന്നതമായ ദൈവിക സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീർക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, സംസ്കാര ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായിട്ട് സമാപിച്ചിരിക്കുന്നു. ഈ തരുണത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. തത്തച്ചിറ സെൻറ് ജോർജ് ഇടവയോടുള്ള മാവരിക്ക ഭദ്രാസനത്തിൻ്റെ മുഴുവൻ്റെയും ആദരവുകൾ
ഏറ്റവും അനുഗ്രഹപ്രദമായി ഈ ശുശ്രൂഷകൾ സമാപിക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ടി ഇടവയോട് അറിയിക്കുന്നു. അച്ഛൻ്റെ മാതൃ ഇടവയായ ചേപ്പാട് സെൻറ് ജോർജ് ഇടവക വികാരി ശ്രീപ്പെട്ട പി ടി സക്കറി അച്ഛനും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മുഴുവൻ കടപ്പാടും കൃതജ്ഞതയും തത്വത്തിൽ അറിയിക്കുന്നു. മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട എ.പി. ഫിലിപ്പച്ചൻ, ഭദ്രാസന കൗൺസിലെ വൈദികര്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരും, അവരുടെ സഹധർമ്മിണികൾ, ബസ്തിയാമ അസോസിയേഷൻ അംഗങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കുകയും ഇതിൽ വന്ന് സംബന്ധിക്കുകയും ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് സമാപിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിൽ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കൃതജ്ഞത ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛൻ്റെ ഏകകാലം ശുശ്രൂഷ അനുഷ്ഠിച്ച ഹരിപ്പാട് മിഷൻ സെൻറ്റർ, ആ സെൻറ്ററിൻ്റെ എല്ലാ ചുമതലക്കാരും അച്ഛൻ്റെ ഭൗതിക ശരീരം അവിടെ കൊണ്ടുവരുന്നതിനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനി, മറ്റു തിരുമേനിമാരും അനേക തിരുപിതാക്കന്മാർ ഇവിടെ എഴുന്നള്ളി ഇന്നലെയും ഇന്നുമായി നടന്ന എല്ലാ ശുശ്രൂഷകളും ധാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ചതിൽ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അഗീതമായ നന്ദി അറിയിക്കുന്നു. ഈ ഇടവകയിലെ പട്ടക്കാര് എല്ലാവരോടും സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹപാഠികളായിട്ട്, സീനിയേഴ്സായിട്ട് പഠിച്ചവർ, ജൂനിയറായിട്ട് പഠിച്ചവർ, തിരുവനന്തപുരം മുതൽ വടക്കോട്ട് സഭയുടെ അനേകം ഭദ്രാസനങ്ങൾ, അനേക സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്ന വൈദിക ശ്രേഷ്ഠ അച്ഛൻ്റെ സ്നേഹിതരായ അൽമായ സഹോദരങ്ങൾ, വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കൃതജ്ഞതയും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പേരിൽ വ്യക്തിപരമായി എൻ്റെ പേരിലും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട എ.പി. ഫിലിപ്പച്ചൻ ഇനിയുള്ള ചില കാര്യങ്ങൾ എന്നെ അറിയിക്കുന്നതായിരിക്കും. സമീപത്തുള്ള മാർത്തോമാ കത്തോലിക്ക CSI ഇടവകയിലെ അച്ഛന്മാർ, ഇടവകാംഗങ്ങൾ അവരെല്ലാവരും പല മാർത്തോമാ സഭയ്ക്ക് വേണ്ടി വൈദിക ട്രസ്റ്റി അനുശോചനം അറിയിക്കുകയും ചെയ്തു. ലാൽച്ചെറിയാൻ അച്ഛൻ. അതുപോലെ വീണ്ടും ആരോടെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. ഓർത്തതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രസ്താവിക്കാൻ ചിലപ്പോൾ പറ്റാതെ വരുന്നത് കൊണ്ടാണ്. ഓർക്കുന്നതെല്ലാം ഇപ്പോൾ പറയുകയാണ്. ഗായക സംഘം, വൈദികരുടെ നേതൃത്വത്തിൽ മനോഹരമായ ഗായക സംഘം ഉണ്ടായിരുന്നു. ധരണൻ രാജൻ്റെ നേതൃത്വത്തിലും അവരോടൊക്കെയുള്ള ആദരവ് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലഘുഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. വൈദികർക്ക് പാരിഷ് ഹാളിൽ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നു. തിരുമേനിമാർക്കൊക്കെ മേടയിൽ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നു. മറ്റ് ലഘുഭക്ഷണങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് ആ സൗകര്യം അനുസരിച്ച് എല്ലാവരും പങ്കുചേരണം. വൈദികര്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ കൗൺസിൽ അംഗങ്ങൾ, വിവിധ സ്ഥാനീയരായിട്ടുള്ള ആളുകൾ, വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ, അവർക്കെല്ലാം പാരിഷ് ഹാളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് ഇടവകയ്ക്ക് വേണ്ടി, ഇടവികാരി പി ടി സക്കറി അച്ഛന് വേണ്ടി അത് നിങ്ങളുടെ മുൻപാകെ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. സാധാരണയായിട്ട് 40 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ നോമ്പിൻ്റെ കാലഘട്ടമായതുകൊണ്ട് അതിനുള്ള സൗകര്യമില്ല. എന്നാൽ ഈ ഇടവയുടെ ക്രമീകരണം അനുസരിച്ച് തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ച പതിവ് പോലെയും ഇവിടെ ആരാധനയുണ്ട്. ആരെങ്കിലും വൈദിക ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇടവക വികാരി ആയിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതും സ്നേഹപൂർവ്വം അറിയിക്കുന്നു.
ആ